എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് സ്നോർക്കലിങ്ങിന് പോകുന്ന വീഡിയോ ആയിരിക്കും. ഇന്ന് എന്തായാലും സ്നോർക്കലിങ്ങിന് പോകാൻ പറ്റത്തില്ല, കാരണം ഇന്ന് ഹൈ ടൈഡാണ്, നല്ല തിരയുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന അതേ ദ്വീപിൽ തന്നെ ഉള്ളത്, മറദു ദ്വീപിൽ. ഇവിടെയാണ് സ്നോർക്കലിങ്ങിന് പോകാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നല്ല തിരയായതുകൊണ്ട് ഇന്ന് സ്നോർക്കലിങ്ങിന് പോകാൻ പറ്റത്തില്ല. കുറേ ആൾക്കാരൊക്കെ കടലിൽ കുളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഹിഥദൂ എന്ന് പറയുന്ന ഒരു ദ്വീപിലോട്ട് പോകാം. അതായത് അഡ്ഡു സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപാണ് ഹിഥദൂ. അഡ്ഡു സിറ്റിയുടെ സിറ്റി എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് ഹിഥദൂ മാത്രമാണ്. അതായത് അവിടെയാണ് ബാങ്കുകളും സ്കൂളുകളൊക്കെ ഉള്ളത്. കുറച്ച് ആളുകൾ കൂടുതൽ താമസിക്കുന്നത് ഹിഥദൂവിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹിഥദൂവിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കാണുന്ന പാലം കഴിഞ്ഞാൽ ഉടനെ ഹിഥദൂ ദ്വീപായി. ഞാനിപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നല്ല ശക്തമായ തിരയടിക്കുന്നുണ്ട്, നല്ലപോലെ സൗണ്ട് കേൾക്കാം ഇവിടെ നിന്നാൽ. ചിലപ്പോൾ എൻ്റെ സൗണ്ട് നല്ല ക്ലിയർ അല്ലായിരിക്കും, കാരണം നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണെങ്കിൽ വീതി കുറവാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ഇവിടുത്തെ റോഡ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ബീച്ചാണ്. നമുക്ക് ആ സൈഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ എപ്പോഴും കൂടുതൽ തിരയടിക്കുന്നത് ആ സൈഡിലാണ്. അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ കല്ലൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഈ റോഡിൻ്റെ വലത്ത് ഭാഗത്താണ്. ഞാൻ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത് കുറച്ച് വലിയ ദ്വീപാണ്, കാരണം ഒരു വീഡിയോ കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ. കാരണം അഡ്ഡു സിറ്റിയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ദ്വീപാണ് ഇത്. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. ബാങ്കുണ്ട്, സ്റ്റേറ്റ് ബാങ്കുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക്. അതുപോലെ കുറേ സ്കൂളുകളുണ്ട്. ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, ശക്തമായ തിരയിൽ ഇടിഞ്ഞു പോയതാണ്. കാരണം ഈ തീരത്ത് നിന്ന് തെങ്ങൊക്കെയായി മറിഞ്ഞു കിടക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ മൊത്തം നനഞ്ഞു. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഇതെല്ലാം ബീച്ചായിരുന്നു,
ഈ തീരമൊക്കെ ഇടിഞ്ഞു പോകുന്നതിന് മുമ്പ്. ഇവിടെ കണ്ടില്ലേ ഒരു ഊഞ്ഞാൽ പോലൊരു സാധനം, ഇവിടെ ഇരിക്കാനൊരു ചെയറ്. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലോട്ട് പോവാം. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് ഞാൻ താമസിക്കുന്നിടത്തോട്ട്. ഞാൻ താമസിക്കുന്ന ഐലൻഡിൻ്റെ പേരാണ് ഗ്യാൻ ഐലൻഡ്. ഇപ്പം ഞാനുള്ളത് ഹിഥദൂ. മൊത്തം ഈ അഡ്ഡു സിറ്റിയുടെ ആകെ ദൂരം എന്ന് പറയുന്നത് 14 കിലോമീറ്ററാണ്. അതിലിപ്പോൾ 10 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് വന്നു. കാരണം ഇന്ന് സൺസെറ്റ് കാണാൻ നിൽക്കുന്നില്ല. കാരണം സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇരുട്ടാവും. സൈക്കിളിന് ലൈറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് പോയപ്പോൾ എന്നെ പോലീസ് പിടിച്ചു. സൈക്കിളിന് ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈറ്റ് ഇല്ല, എനിക്കറിയത്തില്ലാത്തെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, സൈക്കിൾ ചവിട്ടി പോകണ്ട, ഇറങ്ങി നടന്നു പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അവസാനം സൈക്കിൾ ഉരുട്ടിയാണ് റൂമിൽ പോയത്. റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് റൂമിൽ പോവുകയാണ്. ഇനി ഇവിടെ ഒരു നേച്ചർ പാർക്കൊക്കെ ഉണ്ട്. കണ്ടൽക്കാടാണ്. അഡ്ഡു നേച്ചർ പാർക്ക് എന്നാണ് അതിന് പറയുന്നത്. അതിപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് അത് ഓപ്പൺ ആണോന്ന് അറിയത്തില്ല. ഓപ്പൺ ആണെങ്കിൽ അടുത്ത ആഴ്ച അങ്ങോട്ട് പോകാം. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും മറ്റൊരു അതിമനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.